Hi friends, have a nice day. Welcome to 123 at hash. അപ്പം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ഡേ മൈ ലൈഫായിട്ടാട്ടോ വന്നത്. ഡേ മൈ ലൈഫിൽ മുഴുവനായിട്ടൊന്നും ആഡ് ചെയ്തില്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നിപ്പം പൂരിയും ഭാജിക്കറിയും ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോസിൽ ഞാൻ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ആഡ് ചെയ്യലുണ്ട്. കാരണം എന്നെപ്പോലത്തെ വീട്ടമ്മമാർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ് നാളേക്ക് എന്താ അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം മക്കളൊക്കെ സ്കൂളിൽ പോകാനുള്ളവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആണല്ലോ. എനിക്കൊക്കെ രാത്രി കിടക്കുമ്പം തലേന്ന് രാത്രി കിടക്കുമ്പം നാളെ ഇപ്പം എന്താ നമുക്ക് സ്കൂളിലൊക്കെ ഉണ്ടാക്കുക, എന്താ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ആ ഒരു ചിന്തയായിരിക്കും. മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ളവരൊക്കെ പ്രത്യേകിച്ച് അങ്ങനല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും ഞാൻ ഉണ്ടാക്കുന്നത് ആഡ് ചെയ്യുന്നത്. കുക്കിംഗ് ഒന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് അതിലത്തെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും പറയാത്തത്. ആദ്യം ഞാൻ മൈദ കുഴച്ചാൽ എത്ര ആയാലും ശരിയാവില്ല. ഇപ്പം ചെയ്ത് കണ്ട് റെഡിയായി വരിക കേട്ടോ. ഇപ്പം ഞാൻ പൂരി ഉണ്ടാക്കും, അതുപോലെ തന്നെ പിന്നെ മോമോസ് ഉണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. അതൊന്നും അതിനൊന്നും മൈദ കുഴച്ചാൽ എൻ്റെ ഒട്ടും ശരിയാവില്ലല്ലോ. ചെയ്ത് കണ്ട് ഇപ്പം ശരിയായി വരുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആട്ടോ. ഇപ്പോൾ ആ പൂരിയൊക്കെ നല്ല പോലെ പൊള്ളി വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നമ്മൾ മൈദ കുറക്കുമ്പോൾ പൂരിക്കൊക്കെ വേണ്ടിയിട്ട് കുഴക്കുമ്പം കുറച്ച് റവയും ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുഴച്ചുകൊണ്ടാൽ മാവ് നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ പൂരിക്ക്. ഇന്നിപ്പോൾ ഒരുപാട് തിരക്കുള്ളൊരു ദിവസമാണ്. കാരണം നോമ്പ് ആയല്ലോ. നോമ്പിനേക്ക് നമുക്ക് പ്രത്യേകിച്ച് മുളക്, മല്ലി, പത്തിരിപ്പൊടി ഉണ്ടാക്കുക, വീടൊക്കെ ക്ലീൻ ചെയ്യുക, ഈ പരിപാടികളൊക്കെ അല്ലേ. അപ്പോൾ ഇതെല്ലാം ചെയ്യാനുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ മക്കൾ സ്കൂളിൽ പോയിട്ട് വേണം, അവരെ പറഞ്ഞയച്ചിട്ട് വേണം. പച്ചരി കഴുകാനുണ്ട്, മുളക്, മല്ലി, ഇതൊക്കെ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പൂരിൻ്റെ കൂടെ ഭാജിക്കറി ഉണ്ടാക്കുന്നത്. നമ്മൾ ഭാജിക്കറി വെക്കുമ്പോൾ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് കൂടെ പൊട്ടിച്ച് വെക്കണ്ടേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പിന്നെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഭാജിക്കറിൻ്റെ ടേസ്റ്റാണ്. കുറച്ച് ഉഴുന്നും കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പൊട്ടിച്ചാൽ. മക്കൾ ചായ ഒക്കെ കുടിച്ച് സ്കൂളിൽ പോയിട്ടോ. പിന്നെ ഞാനും ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ പച്ചരിയൊക്കെ കേക്ക് വെച്ചിന് മില്ലിൽ കൊടുത്ത് വരട്ടെ, എന്നിട്ട് വേണം മുളകും മല്ലിയും ചിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുളകൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് മുളകും മല്ലിയും കേക്ക് വെച്ച് ഇനി ഇത് ചിക്കട്ടെ. ഞാൻ 2 കിലോന് പിന്നെ എരിവുള്ള മുളകും 1 കിലോ കാശ്മീരിയും. കാരണം ഇവിടെ ആർക്കും എരി കൂടുതൽ പറ്റില്ല, മക്കൾക്കും പറ്റില്ല, എനിക്കും പറ്റില്ല. പിന്നെ അതുകൊണ്ട് കാശ്മീരിയും നല്ലപോലെ ഇടലുണ്ട് കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പൊടിപ്പിക്കൽ. മുളക് ഞാൻ ഇതിൻ്റെ മുമ്പും ഇങ്ങനെ ഉണക്കി പൊടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ മല്ലി ഇതാദ്യമായിട്ടാണ് ഞാൻ, കാരണം ഇതിൽ കുറേ എന്തൊക്കെയോ ഇടാനുണ്ടാവുമല്ലോ, പട്ടയും പൂവും ജീരകവും ഒക്കെ. അപ്പോൾ അതിൻ്റെ അളവ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ സാധാരണ പൊടിപ്പിക്കലില്ല, ഉമ്മനെ കൊണ്ട് റെഡിയാക്കിപ്പിക്കില്ല. അങ്ങനെ മല്ലിയും മുളകും ചിക്കനും കഴിഞ്ഞ് പച്ചരി മില്ലിലും കൊണ്ടുപോയി കൊടുത്തുട്ടോ. ഇനിയിപ്പോൾ ഉച്ചക്കേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കേനി. അയില മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിൻ്റെ ഹസ്ബൻഡാട്ടോ. ഇപ്പം കർമൂസപ്പേരിയും പിന്നെ അയിലക്കറിയും അയില പൊരിച്ചതും എനിക്കിഷ്ടമാട്ടോ. നോമ്പിനൊക്കെ എൻ്റെ വല്യമ്മയൊക്കെ ഉണ്ടാക്കിയേനി. വെള്ളുപ്പേരി എന്ന് പറയും, ഇതിനിവിടെ കർമൂസ എന്നാട്ടോ പറയല്. നിങ്ങളെ നാട്ടിലേക്കൊക്കെ ഇതിന് കുറേ പേരുണ്ടല്ലോ പപ്പായക്ക്. അപ്പം ഇവിടെയൊക്കെ ഇതിന് കർമൂസ എന്നാണ് പറയൽ. അപ്പം കർമൂസപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് നോക്കിയത്. അപ്പം അത് പഴുത്തുണ്ട് കേട്ടോ, മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ
ക്ലീനാക്കി വെച്ചാൽ ആരെങ്കിലും എടുത്ത് കഴിച്ചോളും. അങ്ങനെ ഇത് ക്ലീനാക്കി വെക്കുക. അതിൻ്റെ തന്നെ വേറൊരു കർമ്മൂസം ഒടിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതും പഴുത്തോകുമെങ്കിൽ ഞാൻ ഇനി വേറെ ഒടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, മൂപ്പര് അതൊടിച്ച് വരുമ്പോഴത്തേനും ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താക്കി വരട്ടെ. ഇവിടെ ഏട്ടൻ്റെ മോന് വന്നിട്ടുണ്ട്. അപ്പം ഓലൊക്കെ സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ കൊണ്ടു കൊടുത്ത് ഒരു വർത്തമാനത്തിൻ്റെ ഇടയിൽ കൂടി അതങ്ങ് കഴിച്ച്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ.
പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി ഞാൻ മുളക് മല്ലിയും എടുക്കാൻ വേണ്ടിയിട്ട് വന്നതേന് കേട്ടോ. വാർപ്പിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഇതിൻ്റെ ഹസ്ബൻഡാട്ടോ, ഇപ്പം സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, നാട്ടിൽ ലീവിന് വന്നേന്. ആദ്യം ഗൾഫ് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ പെയിൻറ്റിങ്ങിന് പോകലുണ്ടായിരുന്നു. അപ്പം വീടൊക്കെ പറ്റ നാശമായിന്, വീട്ടുകൂടലിൻ്റെ അന്നെങ്ങാനും പെയിൻ്റ് അടിച്ചതിന് ശേഷം അടിച്ചിട്ടേ ഇല്ല. അപ്പം നോമ്പൊക്കെ ആവുമല്ലേ, അപ്പം മൂപ്പര് തന്നെ ചെറുങ്ങനെ ഒന്ന് വൈറ്റ് അടിക്കുക കേട്ടോ. അപ്പം അതൊക്കെ നോക്കി നിന്ന് കുറേ കഥയൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ അപ്പോൾ വൈകുന്നേരമായിന്. അതുവരെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് നിന്നതാണ്. ഇപ്പോൾ രാത്രി ആവാനായപ്പോഴാണ് മൂപ്പർക്ക് പെയിൻ്റ് അടിക്കാൻ തോന്നിയത്. അപ്പോൾ പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.